അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഒരു സംശയം, ഇപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ്. ഈ പലജാതി സ്വപ്നങ്ങളൊക്കെ നമ്മൾ കാണുമല്ലോ. ആ കൂട്ടത്തിൽ ഈ പാമ്പിനെ സ്വപ്നം കാണും. പാമ്പിനെ സ്വപ്നം കണ്ട പഴയ നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഈ ശത്രുക്കൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ പാമ്പിനെ പല കോലത്തിലും കാണുന്നത് ഉണ്ടാവാം. ചിലപ്പം വെറും പാമ്പ് ഇങ്ങനെ പോണത് കാണും, ചിലപ്പോൾ അത് നമുക്കെതിരെ ഉപദ്രവിക്കാൻ വരുന്നത് കാണും. പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ പാമ്പിനെ കൊല്ലുന്നതായിട്ട്, നമ്മൾ തന്നെ തച്ച് കൊല്ലുന്നതായിട്ട് സ്വപ്നം കാണും. ഇങ്ങനെ എല്ലാ രീതിയിൽ പാമ്പിനെ കണ്ടാലും ഒക്കെ ശത്രുത ഉള്ള മാത്രമാണ് അറിയിക്കുന്നതല്ല. പിന്നെ പാമ്പിനെ വ്യത്യസ്ത രൂപത്തിൽ കാണുന്നതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ല എല്ലാതും പേടിക്കേണ്ടതുണ്ടോ, എന്താണ് അതിൻ്റെ ശരിയായൊരു വശം എന്നുള്ള ഉസ്താദ് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. തഅബീർ, സ്വപ്നവ്യാഖ്യാനം, അത് വലിയൊരു സബ്ജക്റ്റ്, ഒരു ഫന്നാണ്. പഴയ കാലത്തൊക്കെ അതിൽ വലിയ ആവാഹിത്യം നേടിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. നിന്ന് വെപ്പിന് വ്യാഖ്യാനങ്ങൾ പറയും. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒക്കെ ഒരു മുഅ്ജിസത്ത് തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷം സ്വഹാബത്തിന് വേണ്ടിയിരിക്കും. സ്വഹാബത്ത് സുബൈൻ്റെ ശേഷം സ്വപ്നം കണ്ടത് പറയും, അത് ഉടനെ തന്നെ വ്യാഖ്യാനം പറയും. ശേഷം വന്ന ഒരുപാട് സ്വഹാബത്തും അതിൻ്റെ ശേഷം താബികളും താബികളൊക്കെ എന്തായിരുന്നു, ആ വിഷയത്തിൽ വലിയ ആവാഹിത്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിനൊരു ഉസൂലുണ്ട്, അതുപോലെ തന്നെ അതിന് വ്യക്തമായിട്ട് റൂട്ടുണ്ട്, ഒക്കെയുണ്ട്. തോന്നിയത് പറയുകയോ അല്ലെങ്കിൽ അനുമാനത്തിൻ്റെ മേലിൽ പറയാൻ പറ്റിയോ ഒന്നും അല്ല ഈ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. ഇച്ചിരി പ്രയാസമാണ്. ഏതായാലും അതിൻ്റെ വ്യാഖ്യാനം പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഖുർആൻ വെച്ചിട്ടും ഹദീസ് വെച്ചിട്ടും ഒക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഓരോന്നിൻ്റെയും പറയുക. പിന്നെ അവർ പറഞ്ഞു വെച്ചത് കണ്ടെത്തി പറയുക എന്നല്ലാതെ നമുക്ക് വേറെ നിർവാഹങ്ങളൊന്നുമില്ല. ഇപ്പം ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു സ്വപ്ന ലോകത്തിൻ്റെ അറിയപ്പെട്ട വ്യാഖ്യാതാവായിരുന്നു. എല്ലാവർക്കും അറിയാം മഹാനായ ഇബ്നു സീരീൻ തങ്ങൾ. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ കാലത്തുള്ളവരാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വപ്ന വ്യാഖ്യാനം തേടിയിട്ടുണ്ട് എന്നുള്ളത് പല സ്ഥലത്തും ഉണ്ട് താനും. അത്രയും അറിയപ്പെട്ട മഹാനാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പാമ്പിനെ സ്വപ്നം കാണുക എന്ന് പറയുമ്പം അതിൽ നമ്മൾ വെച്ച ഒരു പഠനം ഉണ്ടാകും, നമ്മൾ അറിഞ്ഞൊരു പഠനം ഉണ്ടാകും. അതായിട്ട് അപ്പം പാമ്പ് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് മുഴുവനായിട്ടും ശത്രുദോഷാണ്, അതുപോലെ തന്നെ സിഹിറാണ്, മാരണാണ്. പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു ആശങ്കയോ അല്ലെങ്കിൽ ഇവൻ്റെ മനസ്സിക്ക് അങ്ങനെ ഒന്ന് കീടിയേറി പാർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടും കൂടി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പം അതിൻ്റെ തലേ ദിവസം ഒരു വഴക്കോ വക്കാണോ ഒക്കെ വീട്ടിൽ നടന്നില്ലെങ്കിൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠഞ്ചന്മാരോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ സരശോഷയൊക്കെ ഉണ്ടായി കടന്നുറങ്ങി അന്ന് രാത്രി പാമ്പിനെ കണ്ടും ചെയ്തു. അപ്പം അതോടുകൂടെ തന്നെ എല്ലാവർക്കും അതിന് കുറ്റം ചാർത്തി, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മദ്രസയിൽ നിന്ന് പഠിച്ചാണ്, വ്യാഖ്യാനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനമൊക്കെ മനസ്സിലാക്കണം. എന്താണ് ഇതുകൊണ്ട് ഇമ്മത്ത് പറഞ്ഞു തരുന്നത്? ഇപ്പം പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് ശത്രു ആണ്, ശത്രുദോഷമുണ്ട് എന്ന് ബേസിക് ഒരു അതുകൊണ്ടൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ കാണുന്നതിനനുസരിച്ച് കൊണ്ട് അത് വ്യത്യാസപ്പെടുമെന്ന് മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ തന്നെ പിന്നീട് വന്ന പണ്ഡിതന്മാരിൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട ആളാണ് മഹാനായ അബ്ദുൽ അലി നാബൽസി റഹിമഹുല്ല. അവരുടെയൊക്കെ വ്യാഖ്യാനങ്ങൾ മുജ്മഅാക്കിക്കൊണ്ട് ഒരുമിച്ച് കൂടിയിട്ട് ഒരു കിതാബ് തന്നെ ഉണ്ടാക്കി. നല്ല കട്ടിയിലും കനത്തിലും ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഇബ്നു സീരീൻ തങ്ങളുടെ വ്യാഖ്യാനമുണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന നാബൽസിയുടെ വ്യാഖ്യാനമൊക്കെ ഉണ്ട്. മുഅ്ജമു തഫ്സീറുൽ അഹ്ലാം എന്ന പേരിൽ ഇത് വ്യക്തമായിക്കൊണ്ട് പാമ്പിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് ഇബ്നു സീരീൻ തങ്ങൾ എന്താണ് പാമ്പിന്റെ വ്യാഖ്യാനം കൊണ്ട് വീക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ 329 പേജിൽ ഉണ്ടോ, ഖാല ഇബ്നു സീരീൻ, ഇബ്നു സീരീൻ തങ്ങൾ പറയുന്നത് അൽ ഹയ്യാത്ത്, പാമ്പ് എന്ന് പറയുമ്പം ശത്രുദോഷം എന്നൊക്കെ തന്നെയാണ്. എന്നാൽ അടോ വഖത്തൊക്കൂനുൽ ഹയ്യത്തു സുൽത്താനൻ വഖത്തൊക്കൂനു സൗജത്തൻ വ വലദൻ. ചിലപ്പോൾ ഈ പാമ്പിന് സ്വപ്നം കാണുന്ന സമയത്ത് അധികാരം എന്നർത്ഥം വരും, വ്യാഖ്യാനം വരും. ചിലപ്പം ഭാര്യ എന്നുള്ളത് വ്യാഖ്യാനം വരും, ചിലപ്പം മകൻ എന്നുള്ള വ്യാഖ്യാനം വരും. ഇങ്ങനെയൊക്കെ വരും. ലിഖൗലിഹി തആല, എന്തേ അള്ളാഹു താലയുടെ ഖുർആൻ വചനാണ് ഈ പറയുന്ന ഇബ്നു സീരീൻ തങ്ങൾക്ക് അതിനൊക്കെ എൻ്റെ ഈ പറയുന്ന രേഖയായിട്ട് കൊണ്ടുവരുന്നത്. ഏതാണ്? സൂറത്തു തഗാബിൻ. തഗാബിൽ 14-ാമത്തെ ആയത്ത് എന്താണ്? ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വല്ലക്കും ഫഹ്ദറുഹും. ആണോ? അങ്ങനെ ആയത്തുണ്ടല്ലോ ഖുർആനിൽ.
ഈ പറയുന്ന തഗാബിൻ സൂറത്തിൽ അതിൽ വ്യക്തമായിട്ട് നോക്കിയാൽ കാണും ഈ പറയുന്ന നിങ്ങളുടെ ഭാര്യമാരിലും മക്കളിലൊക്കെ നിങ്ങൾ ശത്രുക്കൾ ഉണ്ടാവുകൊണ്ട് നിങ്ങൾ കരുതിയിരിക്കണം എന്ന് പറയുന്ന ആയത്ത്. ഈ ആയത്ത് അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ പറയുന്നത് പാമ്പിന് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അതങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുമെന്നൊക്കെ. മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ പറയുന്ന മക്കാമ് നിലകൊള്ളുന്നത് മിസറിലാണ്. മിസറിൽ സിയാറത്തിന് വേണ്ടി പോയ സമയത്ത് എനിക്കറിയില്ലായിരുന്നു മഹാനായ ഇബ്നു സീരീൻ തങ്ങളുടെ ഒരുപാട് കിതാബ് ഇബ്നു സീരീൻ തങ്ങളുടെ കിതാബ് ഞാൻ മുത്താല ചെയ്തിട്ടുണ്ട് ഈ വ്യാഖ്യാനവുമായി ബന്ധിച്ചുകൊണ്ട് പല വിഷയത്തിലും. അപ്പോൾ അവിടെയാണെന്നറിയില്ല, യാദൃശികമായിട്ട് ഒരുപാട് മക്കാമുകൾ തേടി നടന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുക. നമുക്കറിയുന്ന ഷാഫി ഇമാമ്, നഫീസുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ സക്കൽ അൻസാരി, ഇബ്നു അസ്കലാനി തങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഇതൊക്കെ സുയൂത്തി ഇമാം അടക്കം ഒക്കെ അവിടെ ഉണ്ട് എന്നറിയാം. പക്ഷെ ഇബ്നു സീരീൻ തങ്ങളത് ഉണ്ട് എന്നറിയില്ല. യാദൃശികമായിട്ട് ഇബ്നു സീരീൻ നിങ്ങളുടെ മക്കാമെന്നെ കണ്ടെത്തി അവിടെ വ്യക്തമായിട്ട് ഇബ്നു സീരീൻ നിങ്ങളുടെ മക്കാമാണ് എന്ന് എൻ്റെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായിക്കൊണ്ട് തന്നെ അവിടെ എൻ്റെ ഈ പറയുന്ന രേഖപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇബ്നു സീരീൻ തങ്ങളുടെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് യാദൃശ്യമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു ഒക്കെ അങ്ങനെയാണ് അതിനെപ്പറ്റി പറഞ്ഞതെന്ന് മാത്രമല്ല, പിന്നെ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അങ്ങനെ തന്നെ. ഇപ്പോൾ നാബൽസി റഹിമഹുല്ല തങ്ങളുടെ തഅ്തീറുൽ അനാം എന്ന് പറയുന്ന സ്വപ്ന വ്യാഖ്യാനത്തിന്റെ കിതാബാണ്. മഹാനവറുകൾ പാമ്പിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് എങ്ങനെയാ പറഞ്ഞത്? ഇതിന്റെ 180-ാമത്തെ പേജിൽ ഹയ്യത്തുൻ ഫിൽ മനാം, ഉറക്കിൽ ഒരാൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അദുവ്വൻ ഔ ദൗലത്തുൻ ഔ കെൻസുൻ ഔ ഇംറഅത്തുൻ ഔ വലദുൻ. അത്ര വ്യാഖ്യാനം കൊടുത്തു. ഈ പറയുന്നതിന്റെ ശത്രു എന്നതിനാണ് ഒന്നാമതായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് ദൗലത്ത്, അധികാരം. പിന്നെ കെൻസ്, നിധി പറയുന്നുണ്ട്. ഇംറഅത്ത്, ഭാര്യ എന്ന് പറയുന്നുണ്ട്. കുട്ടി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ മൂസദ്ദമീരി റഹിമഹുല്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട മഹാനാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിൻ്റെ മിൻഹാജിനൊക്കെ അറിയപ്പെട്ട ഷറഹുണ്ടാക്കി. ഈ പറയുന്ന നജ്മുൽ വഹാജ് എന്ന് പറയുന്ന ഷറഹുണ്ടാക്കിയിട്ടുണ്ട് മിൻഹാജിനക്ക്. അങ്ങനത്തെ മഹാവലിയ പണ്ഡിതനാണ്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ കൂട്ട മഹാവലിയ പണ്ഡിതനാണ് മഹാനായ മൂസദ്ദമീർ റഹിമഹുല്ല. മൂസദ്ദമീർ റഹിമഹുല്ല ഈ പറയുന്ന ജീവികളെ പറ്റി പറയാൻ വേണ്ടി കിതാബ് ഉണ്ടാക്കി. 4 വള്ളത്തിലായിട്ട് ഈ പറയുന്ന ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ്, ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര. അപ്പോൾ ഇതിൽ ഒരുവിധം ജീവികളെ പറ്റിയിട്ടും ജന്തുക്കളെ പറ്റിയിട്ടും ഒക്കെ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഏതൊരു ഈ പറയുന്നൊരു മൃഗത്തെ പരിചയപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അവസാനം, ആ അധ്യായം അവസാനിക്കുമ്പോൾ തഅബീർ, ഇതിൻ്റെ വ്യാഖ്യാനം. ഇപ്പോൾ ഉദാഹരണത്തിന് സിംഹം, അസദ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് അസദ് എങ്ങനെയാണ്, അതിൻ്റെ രൂപങ്ങൾ, അതിൻ്റെ ഭാവങ്ങൾ, അതിൻ്റെ ക്രോധങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അതുമായി ബന്ധിച്ച് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വർണ്ണിക്കും. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് ഇര പിടിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, അതിന് ശത്രുത എത്രത്തോളം ഉണ്ടാകും, അതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടാകും, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും പറഞ്ഞ് അവസാന തഅബീർ. ഒരു സിംഹത്തെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? ഇങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് പോകുന്നത്. അപ്പോൾ ഇന്നതുപോലെ പാമ്പിനെ പറ്റിയിട്ടും ചർച്ച ചെയ്തു. ആ പാമ്പിനെ പറ്റിയിട്ട് ഒരുപാട് വിശേഷണങ്ങൾ, ഏതൊക്കെ രൂപത്തിൽ പാമ്പുകളുണ്ട്, അതിൻ്റെ കൂടിയ സർപ്പം, അതിൻ്റെ കൂടിയ വിഷമുള്ള രൂപങ്ങൾ, അത് ഇന്ത്യ രാജ്യത്ത് എവിടെയൊക്കെയുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്ത് ഇതിൻ്റെ അവസാനമായിട്ട് പിന്നെ പറയുന്നു തഅബീർ, പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്. കാരണം മുസദ്ദമീരല്ല ഫക്കീഹാണ്, മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് തന്നെ അവരൊക്കെ പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ 2-ാം വാള്യം, ഇതിന് 192, 193 പേജുകളൊക്കെ നോക്കിയാൽ കാണാം തഅബീർ ഉണ്ടോ. അൽ ഹയ്യത്തു ഫിൽ മനാം ഉണ്ടോ. ഒരാൾ ഉറക്കിൽ പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തുഅബ്ബിറു ബി അഷ്യാഅ കസീറത്തിൻ ഉണ്ടോ. ഒരുപാട് വ്യാഖ്യാനമുണ്ട്. അതാ ഒരുപാട് വ്യാഖ്യാനമുണ്ട് എന്ന് പറയുന്നത് ഒന്നൊന്നുമല്ല. ഒരു ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഡൈമങ്ങനെ ഇരിക്കുക, അങ്ങോട്ട് അതിൻ്റെ പേരിൽ കുടുംബം ചിതിലാകുക, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാകുക. അതന്നെ ഇപ്പോൾ ഈ പറയുന്ന സ്വപ്നങ്ങളൊക്കെ രേഖയാക്കാൻ പറ്റുമോ? എല്ലാവരും കണ്ടതൊക്കെ രേഖയാക്കുക. അതിമ കൂടിയിട്ട് അത് കാര്യമായിട്ട് എടുത്തു കൊണ്ടെടുക്കുന്ന കുറേ ആളുകളുണ്ടാകും. എന്നാൽ അതൊന്നുമല്ല, കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. ഫഹിയാദുബുൻ, ഒന്ന് ശത്രുദോഷം എന്ന് തന്നെയാണ്. വ ദൗലത്ത്, വ ഹയാത്ത് ഉണ്ടോ, വ സൈല്, ഇപ്പോൾ നേരത്തെ പറയാത്തൊന്ന് സൈല് ഒലിപ്പുവെള്ളം, വ വലത്, വംറഅത്ത്, ഹയാത്ത് ജീവൻ നിലനിൽക്കുക എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാമ്പിനെയാണ് സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്കും അത് എങ്ങനെ കണ്ടു, ഏത് രൂപത്തിൽ കണ്ടു, ഏത് നിറത്തിലുള്ള പാമ്പ്, അതിനനുസരിച്ച് കൊണ്ടൊക്കെ അതിൻ്റെ വ്യാഖ്യാനം മാറും. പച്ച, നീല, അതുപോലെ തന്നെ വെള്ള, അതുപോലെ തന്നെ ബ്ലാക്കിലാവുമ്പോൾ കുറച്ചൊക്കെ ക്രോധം ഉണ്ടാകുക എന്ന് പറയുന്നതും ഇതൊന്നും വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ച തന്നെയാണ്. ഇപ്പം അതിന് വ്യാഖ്യാനം മാറുന്ന രൂപം നോക്കിക്കോ. ഉണ്ട് ഒമൻ ഹാമിലൻ, ഒരാൾ സ്വപ്നം കണ്ടത് സ്വന്തം ഭാര്യനെ തന്നെ ഗർഭിണിയായിട്ട്.
ഗർഭിണിയായിട്ട്, ഗർഭമുണ്ടോ ഇല്ലയൊന്നുമില്ല, ഭാര്യയ്ക്ക് ഗർഭമൊന്നുമില്ല, പക്ഷെങ്കിൽ ഗർഭിണിയായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ വവായത്ത് ഹയ്യത്തൻ, പ്രസവിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പിനാണ് പ്രസവിച്ചത്. ഇയാൾ സ്വപ്നം കണ്ടത് അങ്ങനെയാ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം കുടുംബത്തിൽ ഭയങ്കര ശത്രുദോഷമുണ്ട്, സിഹിർ എഴുതുന്നോ? ആര് പറഞ്ഞ്? അതാണ് അതിൻ്റെ വ്യാഖ്യാനം. അതാഹു വലതു നാക്കുൻ, കണ്ടോ? അവനക്കൊരു മകനുണ്ടാകും, പറഞ്ഞേക്കാത്തൊരു മകനുണ്ടാകും, വഞ്ചിക്കുന്നൊരു മകനുണ്ടാകും. അതാണ് ഇപ്പോൾ ആ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം. മക്കളെ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞേക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മക്കളുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാതെ അത് ഈ പറയുന്നതിൻ്റെ ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ സിഹിറാണ്, അതുപോലെ തന്നെ അത് ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ് എന്നുള്ള മനസ്സിലാക്കി വെച്ചതിൽ ഓടിപ്പോവുക അതൊന്നുമില്ല. അങ്ങനെ വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും. ഇനി പാമ്പ് കടിച്ചാലോ? അല്ലോ, പാമ്പ് കടിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് ചില ആളുകളൊക്കെ പേടിച്ച് അതുപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് പിന്നെ അതിൻ്റെ വ്യാഖ്യാനം തേടി നടക്കൽ. ചില ആളുകളൊക്കെ ഈ പിന്നെ വ്യാഖ്യാനത്തിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ ബുക്കുകൾ വാങ്ങിയിട്ട് തലയണൻ്റെ ചോട്ടിൽ വെച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ട്. എന്നിട്ട് രാവിലെ എണീറ്റ് വെക്കുക, എന്താ പത് എന്നുള്ളത് എന്തായി നോക്കിയാൽ കിട്ടുമോ? കുറേ അനുമാനത്തിൽ കുറേ അങ്ങനെ പറയുകയും ചെയ്യും. അനുമാനം നോക്കിയിട്ട് വെടിവെക്കരുത് ഒരിക്കലും. സ്വപ്ന വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വിയർക്കും വ്യാഖ്യാനം പറയണമെങ്കിൽ. അത് ഓരോരുത്തരും മസാല പറയും പോലെ വ്യാഖ്യാനം പറയാൻ കിട്ടത്തുമില്ല, അതും ബുദ്ധിമുട്ടാണ്. വ്യാഖ്യാനം ചോദിച്ചു വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കൊടുക്കാൻ. കാരണം എന്താ, അതിന് ചോദിച്ചു വരുന്നതോടെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അറിയാത്തതുകൊണ്ട് അറിയില്ല എന്ന് പറയണം. അതാണ് ഏറ്റവും വലിയ അറിവ്. ഏറ്റവും വലിയ അറിവ് എന്താ? എനിക്കറിയില്ല എന്ന് പറയലാണ്. ആ അറിവ് നാട്ടി നടിച്ചുകൊണ്ട് ചോദിക്കുന്ന ആളുകൾ വട്ടം കറക്കരുത്. നമുക്കറിയില്ല എന്ന് പറയാം. അവർ അറിയുന്നവരോട് പോയി ചോദിക്കട്ടെ. വസ്അലു അഹ്ല ദിക്ർ എന്നല്ലേ, നമ്മൾ തന്നെ മാത്രമല്ലല്ലോ മറുപടി അറിയാനുള്ളത്, എത്ര ആളുകളുണ്ടല്ലോ, എല്ലാവരും പറയട്ടെ. അപ്പം നമുക്കറിയില്ല, അപ്പോൾ ആ അറിയുന്നവരോട് ചോദിക്കും. ഇത് അറിയില്ല എന്ന് പറയില്ല, ഒന്നും പറയില്ല. അപ്പോൾ പിന്നെ അവരങ്ങനെ ഇതിപ്പോൾ എന്താ അപ്പോൾ വിചാരിച്ചിങ്ങനെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പം അത് കുറച്ച് ഇച്ചിരി പ്രയാസ വ്യാഖ്യാനം പറയണമെങ്കിൽ അതുമായിട്ട് പഠനം നടത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉസൂലും മറ്റും കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വ്യാഖ്യാനം കിതാബ് എടുത്ത് തന്നെ നോക്കേണ്ടി വരും. അനുമാനത്തിൽ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അതുകൊണ്ട് മനസ്സിലാക്കി വെച്ച് ഇപ്പം ഇങ്ങനെ വെച്ചു, അപ്പോൾ ആ പാമ്പ് അതിൻ്റെ കറുപ്പല്ല വെള്ളയാണെങ്കിലോ അതാ ഞാൻ വേറെ തെപ്പണം. വെള്ള പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാന്നുള്ളത് അപ്പോൾ ശത്രുദോഷം തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ അത് ഏത് രൂപത്തിലാന്ന് നോക്കണം. പ്രസവിച്ച് കിടക്കുന്ന ഈ പറയുന്ന കുട്ടിയെ പ്രസവിച്ച് നോക്കുമ്പോൾ അത് അതിൻ്റെ പാമ്പിൻ്റെ നിറം നോക്കുമ്പോൾ ഇങ്ങനെയാണ്, വ്യത്യാസപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ വ്യാഖ്യാനം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് എന്തില്ല വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും ഒന്നും ആവണമെന്നില്ല. വമൻ അള്ളത്തുഹു ഹയ്യത്തുൻ, ഒരാൾ പാമ്പ് കടിച്ചു എന്നാൽ അഫ വരീമ മൗലി ഉൽ അള്ളത്തിയുണ്ട്, കടിച്ച സ്ഥലത്ത് അഫ വരീമ മൗലി ഉൽ അള്ളത്തി, ആ കടിച്ച സ്ഥലം വീർത്ത് കെട്ടി വന്നിട്ടുണ്ട്. നാലമാല, വ്യാഖ്യാനം എന്താ? മുതലധികരിക്കുമെന്ന. കാരണം എന്താ? അതിന് കാരണം പറയണ്ട. ആര്? മുസദ്ദമീരി. നമ്മൾ പറയുന്നതല്ല, മുസദ്ദമീരി പറയട്ടെ. അന്ന സുമ്മ മാലുൻ, ഈ വിഷം, സുമ്മ് എന്ന് പറഞ്ഞ വിഷം, അതിന് വ്യാഖ്യാനം മാല്, മുതല് എന്നതിന് വ്യാഖ്യാനം സ്വപ്ന വ്യാഖ്യാനത്തിൽ പറയുകയാണെങ്കിൽ. വൽ വറമു സിയാദത്തു ഫീഹി, അത് വീർത്ത് കെട്ടി വരിക എന്ന് പറഞ്ഞാൽ ജാസ്തിയാകുക എന്നാണ്. ആ മുതലധികരിക്കുക. ആ പാമ്പ് കൊത്തി നല്ലോണം കടിച്ചിട്ട് അതുപോലെ തന്നെ വിഷം നല്ലോണം വന്നു കഴിഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് സമാധാനം കിട്ടൂല, യാതൊരു അംശമില്ല. വ്യാഖ്യാനോ നമുക്ക് അനുകൂലമാണ്, നല്ല മുതലുണ്ടാകും, അതന്നെ വ്യാഖ്യാനം. അപ്പം അതുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അനുമാനത്തിൻ്റെ മേലിൽ പറയാൻ പറ്റിയ ഒന്ന് അല്ല അതൊന്നും. അപ്പം അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പാമ്പ് ശത്രു പാമ്പ് ശത്രു ഇത് പഠിച്ചു വിചാരിച്ചാണ്ട് അതിലൊരുപാട് വ്യാഖ്യാനങ്ങളും മറ്റും മറിച്ചും ഒക്കെ ഉണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് സ്വപ്നം കണ്ട് കടന്നുറങ്ങാൻ നമുക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക റബ്ബന.